ഇറാനിലേക്ക് കരസേനയെ വിന്യസിക്കുന്നതിനുള്ള വിശദമായ തയ്യാറെടുപ്പുകൾ US നടത്തുന്നതായി റിപ്പോർട്ട്. പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുതിർന്ന സൈനിക കമാൻഡർമാർ കരയുദ്ധത്തിനടക്കമുള്ള അഭ്യർത്ഥനകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ വച്ചിട്ടുണ്ട്. കരസേനയെ വിന്യസിക്കണമോ വേണ്ടയോ എന്ന് ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വൃത്തങ്ങൾ പറയുന്നു. അതേസമയം സൈനികരെ അയക്കുന്നില്ല എന്നായിരുന്നു വ്യാഴാഴ്ച ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് മറുപടി പറഞ്ഞത്. എന്നാൽ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളോട് പറയില്ലേ എന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. പരമാവധി സാധ്യതകൾ ആരായുക പെന്റഗണിന്റെ ജോലിയാണെന്നും ഇത് പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തുവെന്ന് അർത്ഥമാക്കുന്നില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. ഇതിനിടെ US കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങളോട് ഇറാൻ പ്രതികരിച്ചു. കരയാക്രമണം നടത്തുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ ഒരു വലിയ സർപ്രൈസ് നൽകുമെന്നും ഒരു ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇറാൻ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിയൻ മണ്ണിൽ ഒരു കര ആക്രമണം ഞങ്ങളുടെ റെഡ് ലൈനുകളിൽ ഒന്നാണ്. ശത്രുക്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും ഞങ്ങൾ എങ്ങനെ പ്രതികരിച്ചോ അതുപോലെ ഈ കാര്യത്തിലും ഞങ്ങൾ അത് വീണ്ടും കാണിക്കും. ഇറാൻ സൈനിക ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണിത്. ഞങ്ങളുടെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നപ്പോൾ മേഖലയിലെ എല്ലാ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളും നിർജീവമായി. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. അതിനാൽ തീവ്രവാദി ട്രംപ് ഇക്കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിന്ന് അവരുടെ സൈനികരുടെ ശവപ്പെട്ടികൾ പോലും നീക്കം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിന് ഒരു അത്ഭുതം കാണിക്കുമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ഇറാനെതിരായ സൈനിക നീക്കങ്ങളിലും ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത നിയന്ത്രണത്തിലും അമേരിക്കയെ സഹായിക്കാൻ വിമുഖത കാട്ടിയ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ US പ്രസിഡന്റ് ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരുന്നു. സഖ്യകക്ഷികളെ ഭീരുക്കളെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഈ നിലപാട് അമേരിക്ക മറക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ രൂക്ഷ വിമർശനം. ഭീരുക്കൾ ഇത് ഞങ്ങൾ ഓർത്തുവെക്കുമെന്നാണ് അദ്ദേഹം കുറിച്ചത്. അമേരിക്കയല്ലാതെ നാറ്റോ എന്നത് ഒരു കടലാസ് പുലി മാത്രമാണ്. ആണവായുധമുള്ള ഇറാനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരാൻ അവർ ആഗ്രഹിച്ചില്ല. ഇപ്പോൾ ആ പോരാട്ടം സൈനികമായി ജയിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾ നൽകേണ്ടി വരുന്ന ഉയർന്ന ഇന്ധന വിലയെക്കുറിച്ച് അവർ പരാതിപ്പെടുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കാൻ അവർ തയ്യാറല്ല. വളരെ കുറഞ്ഞ അപകട സാധ്യതയുള്ള ലളിതമായ ഒരു സൈനിക നീക്കമാണിത്. ഭീരുക്കൾ ഇത് ഞങ്ങൾ ഓർത്തുവെക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നാറ്റോ രാജ്യങ്ങളുടെ സജീവ പങ്കാളിത്തം ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം സഖ്യകക്ഷികൾ തള്ളിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഭീഷണി തടയാൻ സംയുക്ത സൈനിക നീക്കം വേണമെന്നായിരുന്നു അമേരിക്കയുടെ നിലപാട്. എന്നാൽ ഇതിൽ നേരിട്ട് പങ്കാളികളാകുന്നത് സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന് ഭയന്നാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും വിട്ടുനിന്നത്. നാറ്റോ സഖ്യകക്ഷികൾ പ്രതിരോധത്തിനായി കൂടുതൽ തുക ചിലവഴിക്കണമെന്നും അമേരിക്കയുടെ മേൽ മാത്രം ഭാരം അടിച്ചേൽപ്പിക്കരുതെന്നും ട്രംപ് നേരത്തെയും കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. അതേസമയം ട്രംപിന്റെ പുതിയ പ്രസ്താവന നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ വീഴ്ത്തിയേക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ സംയുക്ത US-UK സൈനിക താവളമായ ഡീഗോ ഗാർഷിക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും നടത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായ അപ്രതീക്ഷിത നീക്കം മേഖലയിൽ വൻ യുദ്ധഭീതിക്ക് കാരണമായിട്ടുണ്ട്. ഇറാനിൽ നിന്ന് 2 ഇടത്തരം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഡീഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചത്. എന്നാൽ ഇവ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിട്ടില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.